നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതി എന്നാണ് 10ാമത്തെ പാഠത്തിൻ്റെ പേര്. യാസിർ കുളിച്ച് വൃത്തിയായ വെള്ളവസ്ത്രം ധരിച്ചു, തലയിൽ തൊപ്പി വെച്ചു, സുഗന്ധം പൂശി, അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസ്സും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും യാസിറിനെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അവൻ എപ്പോഴും കുളിക്കുന്നവനാണ്, തലയിൽ തൊപ്പി വെക്കും. അവൻ എപ്പോഴും കുളിക്കും, തലയിൽ തൊപ്പി വെക്കും, സുഗന്ധം പൂശും, അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിയും, വീടും ക്ലാസ്സും പരിസരവും അവൻ വൃത്തിയിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് യാസിറിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. കുളിക്കും, തലയിൽ തൊപ്പി വെക്കും, സുഗന്ധം പൂശും, അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞു വരും, വീടും ക്ലാസ്സും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് യാസിറിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്നെ പറഞ്ഞുകൊടുക്കുക, അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കും. ഈ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ കുറേ തവണ വായിക്കുകയാണെങ്കിൽ നമുക്കത് മൈൻഡിൽ സെറ്റാവും. ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. 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 വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല ആരെ ഇഷ്ടപ്പെടുന്നു? വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആരാണ് സത്യവിശ്വാസികൾ? വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ആരാണ് സത്യവിശ്വാസികൾ എന്ന് ചോദിച്ചാൽ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. നിസ്കാരം. സത്യവിശ്വാസികൾ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ ശുദ്ധിയും വൃത്തിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ഓക്കെ. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. നിസ്കാരം ശരിയാവാൻ എന്ത് വേണം? വൃത്തിയും ശുദ്ധിയും വേണം. നിസ്കാരം ശരിയാവാൻ എന്തൊക്കെ വേണം? വൃത്തിയും ശുദ്ധിയും വേണം. നിസ്കാരം ശരിയാവാൻ എന്തൊക്കെ വേണം? വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാലേ മനസ്സ് ശുദ്ധി ഉണ്ടാകും. ആദ്യം നമ്മൾ ശരീരം ശുദ്ധിയാക്കിയാൽ മാത്രമേ അയാളുടെ മനസ്സും ശുദ്ധിയാകും. ശരീരം ശുദ്ധിയല്ലാത്ത ഒരാളുടെ മനസ്സ് ശുദ്ധിയായിരിക്കണമെന്നില്ല. ശരീരം ശുദ്ധിയായാൽ മാത്രമേ മനസ്സ് ശുദ്ധിയാവും. ശരീരം ശുദ്ധിയായാൽ മാത്രമേ മനസ്സും ശുദ്ധിയാക്കാൻ കഴിയൂ. യാസിറിനെ നോക്കൂ, എന്തൊരു വൃത്തി! എല്ലാവരും അവനെ പോലെയാകണം. പല്ലു തേക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം, ശരീരം വസ്ത്രം മലിനമാക്കരുത്, ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം, വീടും ക്ലാസ്സും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. നാം എന്തെല്ലാം ചെയ്യണം? നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മൾ ശുദ്ധിയാകാനും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കണം, കുളിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് പഠിക്കാനില്ല, നമ്മൾ മൈൻഡിൽ ഓർമ്മിച്ചാൽ മതി. പല്ല് തേക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം, ശരീരം വസ്ത്രം മലിനമാക്കരുത്, ശരീരവും വസ്ത്രവും ഫ്രഷ് ആയിരിക്കണം, മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും പരിസരവും ക്ലാസ്സും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ പഠിക്കാൻ. എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ. അടുത്ത പാഠം മസ്മുക്ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്മുക്ക അന ഹസൻ. മസ്മുക്ക എന്താ നിൻ്റെ പേര്? മസ്മുക്ക നിൻ്റെ പേരെന്താ? മസ്മുക്ക നിൻ്റെ ഇസ്മുൻ പേര്. ഓക്കെ. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര്. ഇസ്മി പറഞ്ഞാൽ എൻ്റെ പേര്. ഓക്കെ. മസ്മുക്ക നിൻ്റെ പേരെന്താ? മസ്മുക്ക എന്താ നിൻ്റെ പേര്? അന ഹനസ്. അന്ത മസ്മുക്ക? അന ജാബിർ. അന പറഞ്ഞാൽ ഞാൻ. ഫി അയ്യി സോഫിൻ അൻത. നീ ഏത് ക്ലാസ്സിലാണ്? ഫി അയ്യി സോഫിൻ അൻത. അൻത നീ. ഫി അയ്യി സോഫിൻ ഏത് ക്ലാസ്സിലാണ്? ഫി അയ്യി സോഫിൻ ഏത് ക്ലാസ്സിലാണ്? അനഫി സോഫി സാനി. ഞാൻ 2ാം ക്ലാസ്സിൽ. അനഫി സോഫി സാനി. സൊഫിൻ ക്ലാസ്. ഓക്കെ. ഞാൻ ഫി സോഫി ക്ലാസ്സിലാണ്. സാനി 2. അനഫി സോഫി സാനി. അന ഫി സോഫി റാബി. അപ്പോൾ അവനോട് ചോദിച്ചു, അൻത ഫി സോഫി ഐന. ഫി അയ്യി സോഫി അൻത. ചോദിച്ചത് ഫി അയ്യി സോഫിൻ അൻത, നീ ഏത് ക്ലാസ്സിലാണ്? അപ്പം പറഞ്ഞു അന ഫി സോഫി
റാബി അനഫി സോഫി റാബി അനഫി സോഫി റാബി റന്നൽ ജറസു മണിയടിച്ചു ഹയ്യ നദ്ഹബുൽ അൽഫസ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റന്ന മണിയടിച്ചു റന്ന അടിച്ചു ജറസുൻ മണി റന്നൽ ജറസു മണിയടിച്ചു അത് മണിയാണ് മണിക്കുള്ളതാണ് അടി പറഞ്ഞത് റന്നൽ ജറസു സാധാരണ അടിച്ചു എന്നുള്ളതിനല്ല ഓക്കെ റന്നൽ ജറസു മണിയടിച്ചു റന്നൽ ജറസു മണിയടിച്ചു അങ്ങനെ തന്നെ പഠിക്കുക റന്നൽ ജറസു മണിയടിച്ചു ഹയ്യ നദ്ഹബുൽ അൽഫസ്ല നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഹയ്യ നദ്ഹബു അൽഫസ്ല നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഇത്രയും ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ പിന്നെ വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് വാഹിദ് 1 ഇസ്നാനി 2 സലാസ 3 അർബ 4 ഹംസത്ത് 5 സിത്തത്ത് സബഅത്ത് സമാനിയത്ത് തിസ്അത്ത് അശർ അതും പഠിക്കുന്നത് വളരെ നല്ല ഇതിലുണ്ട് ക്വസ്റ്റ്യൻ ഇത് മസ്മുക്ക നിൻ്റെ പേരെന്താണ് മസ്മുക്ക നിൻ്റെ പേരെന്താണ് അൻതാനി ഫി ഐ ഏതിലാണ് ഫി ഐ ഏതിലാണ് ഫി ഐ സൊഫി ഏത് ക്ലാസ്സിലാണ് റാബി 4ാമത്തെ ജറസുൻ ബെല്ല് റന്ന അടിച്ചു മുഴങ്ങി എന്നുള്ളൊരു സൗണ്ടാണ് അടിച്ചു മുഴങ്ങി അർത്ഥാണ് ഓക്കെ സോറി റന്നൽ ജറസു മണി മുഴങ്ങി മണി അടിച്ചു ഹയ്യാൻ അദ്ഹബു നമുക്ക് പോകാം സോഫുൻ ക്ലാസ് ഞാൻ സാനി 2ാമത്തത് ഇത്രേ പഠിക്കാനുള്ളൂ അതിലൊക്കെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അസ്സലാമു അലൈക്കും